ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വേനൽക്കാലത്തേക്ക് പറ്റിയിട്ടുള്ള 3 റെസിപ്പീസായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല റിലാക്സ് ആക്കാനും അതുപോലെ തന്നെ കൂളാക്കാനും പറ്റിയ 3 റെസിപ്പീസാണ്. ഈ ചൂടുകാലത്ത് കൂളായിട്ടിരിക്കാൻ ഈ റെസിപ്പീസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കൂടെ ഒരു ബെൽ ബട്ടൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് വാട്ടർമെലൺ വെച്ചിട്ട് ഒരു ലെമണേഡ്. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും, അതുപോലെ തന്നെ ചീപ്പസ്റ്റാണ്. അതായത് മറ്റുള്ള ഫ്രൂട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ വാട്ടർമെലണിന് കുറച്ച് വില കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് തന്നെ ഫില്ലായെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വാട്ടർമെലണിന് സാധിക്കും. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ ലെമണേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇവിടെ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ കുരുക്കളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള തണ്ണിമത്തനൊക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെച്ച് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങയുടെ സ്ലൈസ് ആക്കിയിട്ടുള്ളത് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ, താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തണ്ണിമത്തല്ലേ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 3/4 ഭാഗം തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുന്നത് സോഡ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ മുകളിൽ വെച്ച് കൊടുക്കാം. നമുക്കിതിലെ പുതിനയുടെ ഇല ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വാട്ടർമെലൺ വെച്ചിട്ടുള്ള ലെമണേഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ എപ്പോഴും, അതായത് ഡെയിലി യൂസ് ചെയ്യണ ഒരു സാധനം എന്ന് പറയാം, തേങ്ങ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനെ കോക്കനട്ട് മിൽക്ക് ഷേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ കോക്കനട്ട് കൂളർ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് അതിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം. 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഏലക്കായും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കാണ്ടിരിക്കാം. എന്നിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കായും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ 2 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാലും, അങ്ങനെ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കട്ടി കൂട്ടണം എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1.5 ഗ്ലാസ് മതിയാവും. അല്ലെന്ന് വെച്ചെങ്കിൽ 2 ഗ്ലാസ് തന്നെ എടുക്കാം. 2 ഗ്ലാസ് നമ്മൾ നോർമൽ നല്ല കുടിക്കാൻ പാകത്തിനാണ്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2.5 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണമെന്നില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് അരച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതിൻ്റെ പേസ്റ്റ് എടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആയാലും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ കൂടി തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ. എന്നിട്ട് നമുക്ക് നമ്മൾ വെള്ളവും അതുപോലെ തന്നെ
പാലും കൂടി ഉണ്ടാക്കി വെച്ചിട്ടില്ല മിക്സ്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും അരിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഈ പാലും വെള്ളം കൂടിയിട്ടുള്ള മിക്സ് കഴിയണ വരെ നമുക്കത് അടിച്ചെടുക്കാം. അതിലത്തെ ജ്യൂസൊക്കെ നമുക്ക് നന്നായി കിട്ടണ വരെ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ 4 പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതുപോലെ അടിച്ചെടുക്കാൻ പോവാണ് ഒന്നും കൂടി. അപ്പോൾ ഞാൻ അവസാനത്തെ പ്രാവശ്യത്തെയും കൂടി അടിച്ചെടുത്തു, അത് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചിട്ട് കിട്ടണം നമുക്ക് ബാക്കി വരുന്ന ഇതുപോലത്തെ ഇതില്ലേ അതിൻ്റെ പീര, അത് നമുക്ക് നമ്മൾ ലഡ്ഡു അതുപോലെ തന്നെ റവ ലഡ്ഡു അങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മധുരത്തിൻ്റെ ഒരു ഫ്ലേവറും ഇതൊക്കെ കൂടി പാലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോക്കനട്ടിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തണുത്ത പാലും നല്ല തണുത്ത വെള്ളം കൂടിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല തണവോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ കോക്കനട്ട് കൂളർ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാം പരിപ്പും കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് കൂളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഐസ് ടീ ആണ്. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇതും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിനയുടെ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ 3 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ ചായ അരിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഐസിൻ്റെ ട്രേയിൽ ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. നമുക്ക് ഇതുപോലെ ടീ ഉണ്ടാക്കിയിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദാഹിക്കുകയാണെങ്കിലും അതുപോലെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐസ് ടീ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മുടെ ക്യൂബ്സില്ലേ ഐസ് ക്യൂബ്സ് ടീയുടെ അത് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇനി നമ്മൾ ഡ്രിങ്ക് ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടീ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പകുതി ടീയും അതുപോലെ തന്നെ പകുതി സോഡയും കൂടി ഒഴിച്ച് അതുപോലെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോഡ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടീ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കുക. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കൂളായിട്ടുള്ള ഐസ് ടീയും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.